നമസ്കാരം. കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മലയാളി സഞ്ചാരികളെ കാണാതാകുന്നത് തുടർച്ചയായ സംഭവമാകുന്നു. കുടകിൽ കഴിഞ്ഞയിടയ്ക്കാണ് ട്രക്കിങ്ങിനിടെ ശരണ്യ എന്ന യുവതിയെ കാണാതായത്. ഇതിന് തൊട്ടു പിന്നാലെ ചിക്കമംഗളൂരുവിലെ പ്രശസ്തമായ മുളയനഗരിയിൽ മറ്റൊരു മലയാളി പെൺകുട്ടിയെ കൂടി കാണാതായി. ഇന്നലെ പാലക്കാട് സ്വദേശിനിയായ 14-കാരി നന്ദനയെയാണ് വനമേഖലയിൽ വെച്ച് കാണാതായത്. മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 40ഓളം പേരടങ്ങുന്ന വലിയൊരു സംഘത്തോടൊപ്പമാണ് നന്ദന വിനോദയാത്രയ്ക്കെത്തിയത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ചന്ദ്രദ്രോണ പർവ്വതനിരയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ചാണ് നന്ദനയെ സംഘത്തിൽ നിന്നും കാണാതായത്. വൈകുന്നേരം 6 മണിയോടെ കുന്നിറങ്ങുന്നതിനിടെ കുട്ടി സംഘത്തിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു. ആദ്യം കുട്ടി അടുത്തെവിടെയെങ്കിലും കാണുമെന്ന് കരുതി മാതാപിതാക്കളും കൂടെയുള്ളവരും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സമയം വൈകുന്തോറും ആശങ്ക വർദ്ധിച്ചതോടെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസും വനംവകുപ്പും നാട്ടുകാരുടെ സഹായത്തോടെ ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ രാത്രി 8 മണിയോടെ പ്രദേശം കനത്ത മൂടൽമഞ്ഞിലും ഇരുട്ടിലും അമർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി. കുത്തനെയുള്ള ചെരുവുകളുണ്ട്. ഇടതൂർന്ന പുൽമേടുകളും നിറഞ്ഞ മാണിക്യധാര പ്രദേശം അപകട സാധ്യതയേറിയ ഇടമാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള വനമേഖലയായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. രാത്രി മുഴുവൻ പോലീസ് സംഘം പ്രദേശത്ത് തെരച്ചിൽ നടത്തി. പുലർച്ചെ 4:30 വരെ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വനമേഖല അരിച്ചുപെറുക്കിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ബുധനാഴ്ച രാവിലെ മുതൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും വനംവകുപ്പിന്റെ പ്രത്യേക സംഘവും തെരച്ചിലിനായി രംഗത്തുണ്ടായിരുന്നു. കുട്ടിയെ കാണാനായതായി വിവരം ലഭിച്ച ഉടൻ റൂറൽ പോലീസിൽ നിന്നും വനംവകുപ്പിൽ നിന്നുമുള്ള 30-ലധികം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണി വരെയും വെള്ളച്ചാട്ടത്തിന് സമീപവും പ്രദേശത്തെ കുന്നുകളിലുമൊക്കെ തെരച്ചിലും നടത്തിയിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുട്ട് മൂടൽമഞ്ഞും ശക്തമായതോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. കുട്ടിയെ സംബന്ധിച്ച് സൂചനയൊന്നും ലഭിച്ചില്ലെങ്കിലും തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. ഏതായാലും കുട്ടിയെ സംബന്ധിച്ച് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചില്ലെങ്കിലും തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്ര കുമാർ ദയാമ നേരിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പെൺകുട്ടി വഴിതെറ്റി ഉൾവനത്തിലേക്ക് പോയതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടകിൽ ശരണി എന്ന പെൺകുട്ടിയെ കാണാതായ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപേ ഉണ്ടായ തിരോധാനം കർണാടകയിലെത്തുന്ന മലയാളി വിനോദസഞ്ചാരികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. അപരിചിതരായ ആളുകൾക്കൊപ്പമായിരുന്നു ശരണ്യ പോയതെങ്കിൽ നന്ദനയുടെ കാര്യത്തിൽ സ്വന്തം മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള സംഘത്തിനൊപ്പമാണ് പോയത്. എങ്ങനെയാണിത് സംഭവിച്ചതെന്നുള്ള ആശങ്കയുണ്ട്. എന്നാലും വനമേഖലകളിൽ ട്രക്കിങ്ങിനും മറ്റും പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നന്ദനയെ എത്രയും വേഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും. പോലീസും സന്നദ്ധ പ്രവർത്തകരും വനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തെരച്ചിൽ തുടരുകയാണ്. ചിക്കമംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. മകളെ കാണാതായതോടെ കനത്ത ആശങ്കയിലാണ് കുടുംബം. നാട്ടുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്നും റൂറൽ പോലീസ് സ്റ്റേഷൻ ഓഫീസർ പ്രതികരിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് കാണാതായതായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടത്. ഇന്നലെ എല്ലാവരുമായി ഫോട്ടോ എടുത്ത ശേഷം നന്ദന കുന്നിൻ മുകളിലേക്ക് കയറിയതിനിടെയാണ് കുട്ടിയെ കാണാതായതെന്നാണ് മൊഴി നൽകവേ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും തുടർക്കഥയാവുകയാണ് ട്രക്കിങ്ങിനിടയ്ക്ക് ആളുകളെ കാണാതാവുന്ന സാഹചര്യം. നന്ദനയെ കണ്ടെത്താനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.